ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഒരു തരംതിരിവ് സാധ്യമാണ്. ഇപ്പോൾ ഹിന്ദു മെജോറിറ്റി ഉള്ള അഥവാ ഇടതുപക്ഷത്തിന് കൂടുതൽ മേൽക്കൈ കിട്ടാൻ സാധ്യതയുള്ള തിരുവനന്തപുരം. തിരുവനന്തപുരം ശരിക്കും ഒരു UDF ജില്ലയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ UDF സ്വഭാവം വല്ലാതെ കുറഞ്ഞു പോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ നോക്കിയാൽ ഒരു കോൺഗ്രസ് നിറം മായുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടല്ല, കോൺഗ്രസ്സിന് ശക്തരായ സ്ഥാനാർത്ഥികളോ കൃത്യമായ പ്രചരണ സംവിധാനമോ ഇല്ലാത്തതുകൊണ്ട് പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥികൾ പൊതുവെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വന്നിട്ട് പോയിട്ടും കോവളത്ത് വിൻസെൻ്റ് മാത്രം ജയിച്ചു. അതിന് മുമ്പത്തെ തവണ വിൻസെൻറ്റും ഉണ്ടായിരുന്നു, ശബരിനാഥനും ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ കാര്യം നോക്കിയാൽ വളരെ പരിതാപകരമാണ്. കൊല്ലം ജില്ലയിൽ എത്രയോ കാലമായിട്ട് ഒരു കോൺഗ്രസ്സുകാരും ജയിച്ചിരുന്നില്ല. കൊല്ലത്ത് നിന്ന് പ്രേമേന്ദ്രൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് അദ്ദേഹം ജയിക്കും, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മികവ് കൊണ്ട് ജയിക്കും. കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരും സമീപകാലത്ത് ജയിച്ചിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ചെറിയൊരു മാറ്റം വന്ന് വിഷ്ണുദാസ് കുണ്ട്രയിലും അതുപോലെ CR മഹേഷ് കരുനാഗപ്പള്ളിയിലും എന്നുള്ളതാണ്. അവർ രണ്ടുപേരും ഒഴുക്കിനെതിരെ നീതി ജയിച്ചവരാണ്. അവിടുത്തെ പരമ്പരാഗത കോൺഗ്രസ്സുകാർക്ക് ആർക്കും അവിടെ യാതൊരു ഗ്രിപ്പും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൊല്ലം ജില്ല ആദ്യമേ തന്നെ LDFന് ജയം ഉറപ്പിച്ച ഒരു സ്ഥലമാണ്. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് ജയിക്കാൻ വെച്ചപ്പോൾ നമുക്ക് ഉള്ളം കഴിക്കുന്നത് രോമം പറിച്ചെടുക്കാവുന്ന അവസ്ഥയിലേക്ക് പോയിട്ട് അത്ര ദയനീയമായി. പണ്ടൊക്കെ ബാലകൃഷ്ണപിള്ള ഉള്ളപ്പോൾ ബാലകൃഷ്ണപിള്ള സാറ് കൊട്ടാരക്കരയിൽ, ഗണേഷ് കുമാർ പത്തനാപുരത്തൊക്കെ ജയിച്ചു. ഇപ്പോൾ അതും സംഭവിക്കില്ല, കാരണം ബാലകൃഷ്ണപിള്ള സാറ് മരിച്ചുപോയി, ഗണേഷ് കുമാർ LDFലാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. കൊല്ലമാണ് നമുക്ക് ആദ്യം എഴുതി തള്ളാവുന്ന, UDFന് ആദ്യം എഴുതി തള്ളാവുന്ന, അല്ലെങ്കിൽ LDFന് വിജയം ഉറപ്പിക്കാവുന്ന ഒരു സ്ഥലം. പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, ഇപ്പോൾ കുറേ കാലമായിട്ട് സഖാക്കന്മാരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ജനങ്ങൾക്ക് മടുത്ത് കാണും, ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ അഴിമതി, അല്ലെങ്കിൽ അവരുടെ ദുർഭരണം, അല്ലെങ്കിൽ അവരുടെ ധാർഷ്ട്യം, അവരുടെ ഗുണ്ടായിസം, അതിനോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അവർ ഒരു പക്ഷേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലേ ഉള്ളൂ. അല്ലാതെ ലഗ്നാലോ ചന്ദ്രാലോ LDF തോക്കാൻ സാധ്യമില്ലാത്ത, അല്ലെങ്കിൽ UDF ജയിക്കാൻ സാധ്യമില്ലാത്ത ഒരു സ്ഥലമാണ് കൊല്ലം. കൊല്ലം കോർപ്പറേഷനിലൊന്നും UDF ജയിക്കാമെന്ന് വെച്ചാൽ അചിന്ത്യമാണ്, അതൊക്കെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൊല്ലം ഇപ്പോൾ തന്നെ നമുക്ക് എഴുതി തള്ളാം. തിരുവനന്തപുരത്തും സ്ഥിതി വളരെ ഒന്നും വ്യത്യസ്തമായിരിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരം BJPയും LDFും തമ്മിലാണ്. ശബരിനാഥൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വെറുതെ ഒരു വേഷം കെട്ടിച്ച് അവിടെ മത്സരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം ഒരു വെറുതെ കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ഈ ഒറ്റമരത്തിൽ കുരങ്ങൻ എന്ന് പറഞ്ഞ പോലെ ഇരിക്കേണ്ടി വരും. കഴിഞ്ഞ തവണ 10 സീറ്റാണ് കിട്ടിയത്, ഇത്തവണ 15 സീറ്റ് കിട്ടുകയാണെങ്കിൽ വലിയ ഭാഗ്യം എന്നാണ് എനിക്ക് വളരെ അടുപ്പവും സ്നേഹവും ഉള്ളൊരു കോൺഗ്രസ്സുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ ഒരു ഫീഡ്ബാക്ക്. അവരുടെ തന്നെ ഒരു പ്രതീക്ഷ 15-ലാണ് അല്ലേ? 15-ലാണ്. 15 സീറ്റുകൾ കിട്ടിയാൽ വലിയ ഭാഗ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരത്ത് വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കണ്ട. തിരുവനന്തപുരം കൊല്ലം ഏതാണ്ട് പോയി കഴിഞ്ഞു എന്ന് പറയാം. BJP എന്ത് നേടും തിരുവനന്തപുരത്ത്? പിന്നെ മറിച്ച് നമ്മളിത് ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ സ്ഥിതി വളരെ ഒന്നും വ്യത്യസ്തമല്ല. ആലപ്പുഴ ജില്ല സ്വതവേ തന്നെ ഈ ബലികുടീരങ്ങളുടെയൊക്കെ ഒരു നാടാണല്ലോ, പുന്നപ്ര, വയലാർ. ഇതൊക്കെ ആണെങ്കിൽ കോൺഗ്രസ്സിന് ശക്തമായ പോക്കറ്റുകളുണ്ട്, കോൺഗ്രസ്സുകാർ ധാരാളം ഉള്ള സ്ഥലമാണ്. രമേശ് ചെന്നിത്തലയുടെ തട്ടകമാണ് ആലപ്പുഴ ജില്ലക്കാരനാണ് അദ്ദേഹം. KC വേണുഗോപാലിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിലും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ആലപ്പുഴയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പക്ഷേ ഇങ്ങനെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ, അല്ലെങ്കിൽ UDFന് പരമാവധി സീറ്റുകൾ നേടിക്കൊടുക്കണം എന്ന കാര്യത്തിൽ വലിയ വാശിയൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ വളരെ എളിമയുള്ളവരാണ്. അവരുടെ കാര്യം നടക്കണമെന്നല്ലാണ്ട് പാർട്ടി അങ്ങോട്ട് നന്നായി കളയും UDFൻ്റെ വിജയ സോപാനത്തിൽ എത്തിച്ചിട്ട് അടുത്ത് നിൽക്കുന്ന തെങ്ങുമെന്നൊരു കരിക്കിട്ട് കുടിക്കാം എന്നുള്ള യാതൊരു നിർബന്ധ ബുദ്ധിയും അവർക്കില്ല. അപ്പോൾ ഇതാണ് ആലപ്പുഴ ജില്ല. അവിടെയും LDFന് തന്നെയാണ് മേൽക്കൈ.